ഓക്കെ, അത് മനസ്സിലാവാത്ത കാര്യമാണ്. CPIM-ന്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്, CPI-യുടെ പ്രഖ്യാപിത നയരേഖ എന്താണെന്നതിനെ കുറിച്ച് തർക്കമാർക്കും ഉണ്ടാവില്ല. പക്ഷെ പ്രയോഗതലത്തിൽ സംഭവിക്കുന്ന ഈ അസാധാരണമായ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ നിലപാട്, രണ്ടുപേരും ഒരേ വഴിയിൽ നീങ്ങുന്നവർ, ഒരു നിലയ്ക്കും RSS പ്രോജക്റ്റുകളോട് കോംപ്രമൈസ് ഇല്ലാത്തവർ. പക്ഷേ അപസ്വരങ്ങൾ എന്തുകൊണ്ട് നിരന്തരമായി കേൾക്കുന്നു? താങ്കൾ തന്നെയും പറഞ്ഞു, ഈ ഒരു സവിശേഷമായ സന്ദർഭത്തിൽ അനാവശ്യമായ പ്രകോപനം എന്തിനുണ്ടാക്കുന്നു എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന്. ശിവൻകുട്ടി ഈസ് എ സീനിയർ കോമ്രേഡ്. അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഉത്തരവാദപ്പെട്ട CPIM-ന്റെ നേതാവാണ്, നിരന്തരമായി സംഘിനെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്താണ് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? ഒന്ന്, ഞാൻ പറഞ്ഞ ഇലക്ഷനെ കുറിച്ചാണ്. രണ്ട്, ഈ ഇപ്പോൾ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയം PM ശ്രീ, അതൊരു ലാർജർ പ്രോജക്റ്റാണ്. അതിൻ്റെ ഒരു സംഗതി മനസ്സിലാവാതെ അനാവശ്യമായ ആ വിഷയം വീണ്ടും ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കട്ടെ, വാർത്തയിൽ നിൽക്കട്ടെ എന്ന നില സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ നിങ്ങൾ എന്ത് കാരണമാണ് അതിന് കാണുന്നത്? ഈ നയമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, RSS അപ്പുറം നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു RSS അജണ്ടയാണത്. ആ അജണ്ട കേരളത്തിലെ LDF രാഷ്ട്രീയത്തിന് സ്വീകാര്യമല്ല എന്നാണ് CPI-യും CPM-ഉം ഒന്നിച്ച് പറഞ്ഞത്. അതാണ് ക്യാബിനറ്റിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് ഒരു സബ് കമ്മിറ്റി ഉണ്ടായത്. ആ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സഖാവ് ശിവൻകുട്ടി. സഖാവ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, അദ്ദേഹം CPIM-ന്റെ സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ നേതാവാണ്. ശിവൻകുട്ടി പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള നേതാവ് കൂടിയാണ്. ശിവൻകുട്ടി വ്യക്തിപരമായി എൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട ഒരു സുഹൃത്ബന്ധത്തിലെ കണ്ണിയാണ്. ശിവൻകുട്ടിയോട്, ആ കുടുംബത്തോട് എല്ലാമുള്ള എൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ആഴം വളരെ വലുതാണെന്ന് എനിക്കും ശിവൻകുട്ടിക്കും അറിയാം. അതുകൊണ്ട് ശിവൻകുട്ടിയുമായിട്ട് രാഷ്ട്രീയമില്ലാത്ത ഒരു വിഷയത്തിൽ, രാഷ്ട്രീയമുള്ളൊരു വിഷയത്തിൽ രാഷ്ട്രീയമില്ലാത്ത ചർച്ചയ്ക്ക് പോകാൻ ഞാനില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിനാണ് കോമ്രേഡ്. അതായത് നിങ്ങൾ പറയുന്നു PM ശ്രീ ഒരു RSS പരിപാടിയാണ്, അതൊരു നിലയ്ക്കും നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്, ഇടതുപക്ഷത്തിൻ്റെ നയത്തിനെതിരാണ്. പക്ഷേ ശിവൻകുട്ടി പറയുന്നത് എന്താണ്? ശിവൻകുട്ടി വ്യക്തിപരമായി അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ, സർക്കാരിനെ, പാർട്ടിയൊക്കെ തന്നെയും പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കണമല്ലോ അത് പറയുക. അല്ല അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിലപാടെടുത്ത് പോകാൻ കഴിയില്ലല്ലോ. അടഞ്ഞ അധ്യായമല്ല ഇത്, അത് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാടിനെ, ഇപ്പോൾ PM ശ്രീക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ പോലും അദ്ദേഹം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന ഖണ്ഡിതവാചകം പറയുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അത് അടഞ്ഞ അധ്യായമല്ല എന്ന് വെച്ചാൽ ഇനിയും റീ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ആ വിഷയം തുറക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒറ്റക്കെട്ടായ RSS വിരുദ്ധ നിലപാട് എന്ന് പറയുന്ന സംഗതിക്കകത്ത് വെള്ളം വന്ന് വീഴുവല്ലേ? എൻ്റെ ചങ്ങാതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, താങ്കൾ എത്ര വട്ടം ചോദിച്ചാലും, ആവർത്തിച്ച് ചോദിച്ചാലും എൻ്റെ രാഷ്ട്രീയ ബോധം എന്നോട് പറയുന്നു, PMCയെ സംബന്ധിച്ചിട്ടുള്ള CPI-യും CPM-ൻ്റെയും നിലപാടുണ്ടായിരിക്കെ, സംബന്ധമായിട്ട് LDF-ന് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കെ, ആ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ LDF സബ് കമ്മിറ്റി രൂപീകൃതമായി പ്രവർത്തിക്കുമ്പോൾ ആ സബ് കമ്മിറ്റി അതിൻ്റേതായ നേരായ വഴിക്ക് പോകും എന്നൊരു ഉറപ്പുള്ള സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാക്കിയെടുക്കാൻ CPM വഴക്കാക്കിയതിനെ മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. ആ താല്പര്യം ഞാൻ അതിനകത്ത് LDF-ന്റെ ക്ലാരിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന LDF-ന്റെ ക്ലാരിറ്റിയാണ്. നിങ്ങൾ പറയുന്നു LDF-ന് ആ കാര്യത്തിൽ ഒരു സുചിന്തിതമായ നയനിലപാടുണ്ട് എന്ന്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് സബ്ജക്റ്റ് അല്ല, നിങ്ങൾ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു കണിശ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ പറയുന്നു LDF-ന് വേറൊരു നയമുണ്ടെന്ന്. CPI-യുടെയും CPM-ൻ്റെയും അഖിലേന്ത്യാ നേതൃത്വവും CPI-യുടെയും CPM-ൻ്റെയും സ്റ്റേറ്റ് നേതൃത്വങ്ങളും ആഴത്തിൽ ചർച്ച ചെയ്ത് കൈക്കൊണ്ട തീരുമാനപ്രകാരം സംസ്ഥാനത്തെ LDF ഗവൺമെൻറ് ആലോചിച്ചിട്ടാണ് ആ സബ് കമ്മിറ്റിയെ വെച്ചത്. ആ സബ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ അധ്യക്ഷനാണ് സഖാവ് ശിവൻകുട്ടി. ആ സബ് കമ്മിറ്റിയെ അതിൻ്റെ വഴിക്ക് പോകാൻ വിടുക, അതല്ലാതെ നടുക്ക് കയറി കമ്മിറ്റിയുടെ അധികാരാവകാശങ്ങളെയും രാഷ്ട്രീയത്തെയും ഇല്ല. ഞാൻ ചോദിക്കട്ടെ ബിനോവിശ്വം, ഞാൻ ചോദിക്കട്ടെ, PM ശ്രീയുമായി ഞാൻ പറയട്ടെ, എന്നെ പറയാൻ സമ്മതിക്കണം. എല്ലാ ചർച്ചയിലും ആ മാന്യത ഞാൻ പാലിക്കാറുണ്ട്, ആ മാന്യത ഇങ്ങോട്ടും പാലിക്കണം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം, എനിക്ക് സമയം തരണം, അല്ലെങ്കിൽ പിന്നെ ചർച്ച അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് സംശയമേ ഇല്ല
CPIയുടെയും CPMൻ്റെയും രാഷ്ട്രീയ ബോധത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ എല്ലാ ധാരണയും ഉണ്ടായത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ക്യാബിനറ്റ് ഈ കാര്യത്തിൽ ആലോചിച്ചിട്ട് ഒരു സബ് കമ്മിറ്റിയെ വെച്ചത്. ആ സബ് കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ നേരായ വഴിക്ക് പ്രവർത്തിക്കുമെന്നും അതിനെ നേരായ നയിക്കാനുള്ള കഴിവുള്ള ആളാണ് ശിവൻകുട്ടി എന്നും എനിക്കറിയാം. അതെല്ലാം കൊണ്ട് ആ കമ്മിറ്റിയുടെ വർക്ക് നീങ്ങട്ടെ. അതിനകത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ കമ്മിറ്റിയുടെ വഴിയിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടാക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPIക്ക് താല്പര്യമില്ല. CPIക്ക് LDFൻ്റെ ഐക്യം അതീവ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ തീരുമാനം ഉണ്ടായ അന്ന് തന്നെ എല്ലാ മാധ്യമങ്ങളും കൂടി ചോദിച്ചു എന്നോട് എന്താണ് പ്രതികരണമെന്ന്. അവരെല്ലാവരും ശ്രമിച്ചു എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ഇതൊരു CPI വിജയമാണെന്ന്. ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞത് വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പ്രശ്നമായി ആ അളവുകോല് കൊണ്ട് ഇതിനെ അളക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവർ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിജയാപജയങ്ങളുടെ പ്രശ്നമാക്കിയതിനെ കാണാൻ താല്പര്യം ഇത്രയേറെ ഉണ്ടെങ്കിൽ ഞങ്ങൾ CPIക്കാർ പറയും ഇത് LDFൻ്റെ വിജയമാണെന്ന് പറയും, ഇത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് പറയും, ഇത് LDFൻ്റെ ഐഡിയോളജിയുടെ വിജയമാണെന്ന് പറയും. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നത്തേക്ക് മാത്രം പറഞ്ഞ ഒന്നല്ല. ആ നിലപാട് ഇന്നിനും നാളേക്കും ബാധകമാണ്. അതാണ് CPI സ്റ്റാൻഡ്.